എന്താ പറയുക, മൊഡാലിൻ്റെ സെമി മൊഡാലിൻ്റെ ഐറ്റം നമ്മൾ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തിട്ട് ഫുള്ളും ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരുന്നു. അതിൻ്റെ വേറെ പാറ്റേൺ ആണ് ഞാൻ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. സ്റ്റൈലായിട്ടുള്ള ഒരു പാറ്റേൺ കണ്ടോ. അതിൻ്റെ പല്ലു പോഷൻ വന്നിട്ട് ഈ ഒരു റൗണ്ട് രീതിയിൽ ഇങ്ങനെ കൊടുത്തിട്ട് ഭയങ്കര രസമാട്ടോ, ഭയങ്കര ഫീലോടുകൂടി നിങ്ങൾക്ക് വെയർ ചെയ്യാൻ പറ്റും. സത്യത്തിൽ ഇതുണ്ടല്ലോ, ഒരു റീൽസൊക്കെ ചെയ്ത് വേണമായിരുന്നു നിങ്ങൾ കാണിക്കാൻ. അതിനൊന്നും ഇപ്പോൾ സത്യം പറഞ്ഞ സാഹചര്യം കിട്ടുന്നില്ല, ടൈമിൻ്റെ ഇത് കൊണ്ടിട്ടാട്ടോ. നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ നമ്മുടെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതിൻ്റെ ബ്ലൗസ് പീസ് വന്നിട്ട് ഇതാ ഇങ്ങനെയാണ് വരുന്നത് കണ്ടോ. ബ്ലൗസ് ഇങ്ങനെ വരും, എക്സ്ട്രാ ബ്ലൗസ് ഇതുപോലെ നമുക്ക് ഫിറ്റ് ചെയ്ത് പിടിപ്പിക്കാം കേട്ടോ. സത്യത്തിൽ എനിക്കിതൊന്ന് ഉടുത്ത് കാണിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ഇത് വന്ന ഉടനെ തന്നെ ഞാൻ അങ്ങ് വീഡിയോയിൽ ഇട്ടതാണ്. ഒരുപാട് പേര് ഇതുപോലത്തെ ഐറ്റത്തിന് ആവശ്യക്കാരാണ്. ഇന്നലെ തന്നെ നമ്മൾ വീഡിയോ ഇട്ടപ്പോൾ ഒത്തിരി പേര് റിക്വസ്റ്റ് ചെയ്തു ഇനിയും കൊണ്ടുവരണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു പാറ്റേൺ ഫസ്റ്റ് കളർ തന്നെ നല്ലൊരു എന്താ പറയുക, നല്ലൊരു കളർ കേട്ടോ. അപ്പോൾ ഈ ഷെയ്ഡ് വേണ്ടവർക്ക് ഇത് ചൂസ് ചെയ്യാം. 999 ഉള്ളിയാണ് പ്രൈസ്. 999 സൂപ്പർ ആയിട്ട് അല്ലേ. നമുക്ക് നല്ല രസമായിട്ടൊരു വെറൈറ്റി ലുക്കിലൊക്കെ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു ബ്ലാക്ക് ബ്ലൗസ് ഉണ്ടല്ലോ, ബ്ലാക്കോ അല്ലെങ്കിൽ ഇങ്ങനെ ഹൈനെക്ക് തയ്പ്പിച്ചാലൊക്കെ ഇതിന് ഭയങ്കര ലുക്കായിരിക്കും. ഹൈനെക്കൊക്കെ തയ്പ്പിച്ച് ഒരു വെറൈറ്റി ഒരു മോഡേൺ ലുക്കിൽ നിങ്ങൾക്ക് പോകാൻ പറ്റും. നമ്മൾ പ്യുവർ മോഡൽ എടുത്താൽ എന്തുമേ പ്രൈസ് ആവും. അപ്പോൾ ഇത് ഞാനൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് 999 ഉള്ളി, അത്യാവശ്യം നല്ല ഓളി ഉള്ളതുകൊണ്ടാണ് ഈ ഒരു പ്രൈസിൽ എനിക്ക് കൊണ്ടുവരാൻ പറ്റുന്നത്. അപ്പോൾ ധൈര്യത്തോടെ പർച്ചേസ് ചെയ്തോ, മിസ്സാക്കാൻ നിൽക്കല്ലേ. അടിപൊളി മോഡാലിൻ്റെ ഐറ്റം അടുത്തത് കണ്ടോ. നല്ലൊരു റെഡും ഒരു ബേജും കൂടെ ചേർന്ന് വരുന്ന സ്റ്റൈലും കളർ കേട്ടോ. അതാ ഇങ്ങനെയായിരിക്കും മോഡൽ. എനിക്കിതൊന്ന് ഹെൽപ്പ് ചെയ്യാൻ പോലും ഇന്ന് അപ്പോൾ ആളില്ല, കാരണം വെഡ്ഡിങ് നല്ല തിരക്കുണ്ട്. ഇന്ന് ഞാൻ സൺഡേ ആണ് ഈ വീഡിയോ എടുക്കുന്നതുകൊണ്ട് സൺഡേ വീഡിയോ എടുത്ത് ഇന്ന് തന്നെ ഞാനിത് അപ്ലോഡ് ചെയ്യും. കാരണം ഇത് വന്ന ഉടനെ തന്നെ എനിക്ക് കാണിക്കണം എന്നൊരു ആഗ്രഹം. കാരണം ഇന്നലെ നമ്മൾ വീഡിയോ ചെയ്തിട്ട് ഫുള്ളും ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരുന്നു. നിങ്ങൾ കണ്ടല്ലോ നമ്മളുടെ ഈ ഒരു മൊഡാലിൻ്റെ ഐറ്റം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട്. ഇത് തന്നെ എൻ്റെ കുട്ടികൾ, എൻ്റെ പിള്ളേരിപ്പം കണ്ടു കേട്ടോ. നമ്മുടെ ശരണ്യൊക്കെ അവരെ ബില്ലാക്കുന്നത് പറഞ്ഞ് ഇത് ഭയങ്കര ലുക്കുണ്ട് ഇത്താ, നല്ലതാണെന്ന് പറഞ്ഞ്. എനിക്ക് ഒത്തിരി സന്തോഷമായി ഇത് കണ്ടപ്പോൾ. നല്ലൊരു ഐറ്റം, നല്ല ഫീലാണ്. ഞാനിങ്ങനെ പിടിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ, നല്ല നമ്മൾ ഉടുത്തെടുത്തിരിക്കുകയും ചെയ്യും. നമ്മൾ നന്നായിട്ടൊന്ന് പിൻ ചെയ്ത് കറക്റ്റ് ചെയ്താൽ മതി. ഇതാ കണ്ടോ ബ്ലൗസ് പീസിൻ്റെ ബ്ലൗസ് കണ്ടോ. ബ്ലൗസ് ഇങ്ങനെ വരും. ഇനി നിങ്ങൾക്കൊരു നോർമൽ റെഡ് ബ്ലൗസാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ അത് നിങ്ങൾക്കൊരു കോളർ നെക്ക് വെച്ച് തയ്ച്ചിട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് സെറ്റാക്കി എടുക്കാൻ പറ്റും. ഇപ്പം ഇത്രയും നല്ല സാരി മിസ്സാക്കല്ലേ. എല്ലാ കളേഴ്സും ഒന്നിനൊന്നും വെച്ചാണ്. ഇനി വരാൻ പോകുന്നത് ഇതിനേക്കാട്ടി നല്ല കളർ, അത് കാണാം. അടുത്ത കളർ വരുമ്പോൾ നമുക്ക് എപ്പോഴും കിട്ടാത്തൊരു കളർ, റോയൽ ബ്ലൂ. എന്താ സ്റ്റൈലല്ലേ. റോയൽ ബ്ലൂ നമ്മളങ്ങനെ എപ്പോഴും കാണുന്നുണ്ടോ? നമ്മുടെ ഇതിൽ റെയറായിട്ടായിരിക്കും റോയൽ ബ്ലൂ ഒക്കെ കിട്ടുന്നത്. കറക്റ്റ് റോയൽ ബ്ലൂ കേട്ടോ. അതാണ് എൻ്റെ പ്രത്യേകത. ഞാൻ പറഞ്ഞത് നല്ല ഇതിനകത്തൊക്കെ നല്ല കളറിൽ, സെമിക്കകത്തൊക്കെ നല്ല കളറിൽ കിട്ടുക എന്ന് പറയുന്നത് തന്നെ ലക്കല്ലേ. എനിക്ക് നോക്കുമ്പോൾ അറിയാം സത്യത്തിൽ പ്യുവറിനെ വെല്ലുന്ന രീതിയിലുള്ള സാരി നമുക്കറിയാം. പ്യുവർ ഐറ്റത്തിനെക്കാട്ടിൽ നല്ലതുപോലെ നിൽക്കുന്ന സാരിയാണ്. മിസ്സാക്കാൻ നിൽക്കല്ലേ കേട്ടോ. ഒരു എന്താ പറയുക കളർ, എന്താ പറയുക, നമ്മുടെ റോയൽ ബ്ലൂ കളർ അല്ലേ, സ്റ്റൈലായിട്ടുള്ള റോയൽ ബ്ലൂ. അതിൻ്റെ ബ്ലൗസ് പീസ് വന്നിട്ട് ഇങ്ങനെ പ്രിൻറ്റഡ് ബ്ലൗസ് പീസാണ് കണ്ടോ. നല്ല വീതി നീളമൊക്കെയുള്ള സാരിയാണ്. സൂപ്പർ സാരി. ഇതാ കണ്ടോ. ഞാൻ തിരിച്ചാണോ എന്നൊരു സംശയമുണ്ട് കേട്ടോ. നിങ്ങൾ കാണിച്ചു തന്നത് തിരിച്ചിട്ടിട്ടാണോ ഞാൻ പിടിച്ചതെന്ന് എനിക്കറിയത്തില്ല. അകവും പുറവും തിരിഞ്ഞു പോയോ എന്നൊരു സംശയമുണ്ട്. ഞാനൊന്ന് നോക്കട്ടെ. ഇതിൻ്റെ അകവും പുറവും ഒന്നും നമുക്കറിയാൻ പറ്റുന്നില്ല. എല്ലാം ഒരു സെയിം രീതി തന്നെ പോകുന്നുണ്ട് കേട്ടോ. നിങ്ങൾ മനസ്സിലാക്കിയിട്ട് പർച്ചേസ് ചെയ്തു. എനിക്കിന്ന് ഞാൻ പറഞ്ഞ കൂട്ട് വെഡ്ഡിങ് കസ്റ്റമർ ഒത്തിരി ഉള്ളതുകൊണ്ട് എനിക്ക് സാരി ഫ്ലോറിലെ പിള്ളേരെ വിളിച്ചിട്ടാണ് ഞാൻ സാധാരണ സാരിക്കൊന്ന് പിടിച്ചു തരാൻ പറയുന്നത്. പക്ഷേ ഇന്ന് എനിക്ക് ഒട്ടും ആർക്കും നിൽക്കാനുള്ള സമയമില്ല. എങ്കിലും ഞാനിത് ബണ്ടിൽ പൊട്ടിച്ചപ്പോൾ കണ്ട ഉടനെ തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് ഇതൊരു വീഡിയോ ആക്കി കൊണ്ടുവന്നത്. അപ്പം മിസ്സാക്കാൻ നിൽക്കല്ലേ, കയറിയെടുത്തു. അടിപൊളിയാണ്. അടുത്ത കളർ കണ്ടോ, നല്ലൊരു റെഡ് കേട്ടോ. സ്റ്റൈല് റെഡ്, ഒരു ബോറും തരാത്ത റെഡ്. ഇതാ കണ്ടോ. നമുക്കിതിനൊരു ബ്ലാക്ക് ബ്ലൗസ് ഉണ്ടെങ്കിൽ പ്ലെയിൻ, നമ്മുടെ കയ്യിലൊരു ബ്ലാക്ക് പ്ലെയിൻ്റെ ബ്ലൗസ് ഉണ്ടെങ്കിൽ അത് വേണമെങ്കിൽ ചൂസ് ചെയ്യാം. അതല്ലെങ്കിൽ എന്താ പറയുക, ഇതിനകത്ത് തന്നെ വിത്ത് ബ്ലൗസ് ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാന്നുള്ളൂ. 1 പ്ലീറ്റ് ഇടാനും ഓക്കെ ആട്ടോ. ഇതിനകത്തൊന്നും നിഴലേ അടിക്കത്തില്ല. നിങ്ങൾക്ക് 1 പ്ലീറ്റ് ഇടേണ്ടവർക്ക് അങ്ങനെ ഇടാം. ഇനി പ്ലീറ്റ് കുത്തിയിട്ടിടേണ്ടവർക്ക് അങ്ങനെയും ഇത് സെറ്റ് ചെയ്യാം. നിങ്ങൾക്ക് തന്നെ ഞാനിതാ ഇങ്ങനെ വെക്കുമ്പോൾ തന്നെ അറിയാമല്ലോ. ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ ചുമ്മാ എടുത്ത് വെച്ചതാ കാണിക്കുക. നിങ്ങളൊന്നും ഇടുമ്പോൾ തന്നെ അതിൻ്റെ ഫീൽ നിങ്ങൾക്ക് പിടി കിട്ടും. നമ്മൾ ഓരോ വീഡിയോസ് ഇപ്പോൾ കണ്ട് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ആയി കാണുമല്ലോ. ഓരോ വീഡിയോസ് നിങ്ങൾ കാണുന്നവരല്ലേ എന്നെക്കാട്ടി കൂടുതലും. എനിക്ക് കറക്റ്റ് ലെവലിൽ ചുരിദാറാണ് ഞാൻ ഈസി ആയിട്ട് കാണിച്ചത്. എങ്ങനെ സാരി പിടിച്ച് കാണിക്കാൻ എനിക്ക് കുറച്ച് തെറ്റിപ്പോകും കേട്ടോ. സാരി എടുത്ത് കാണിക്കുക. പല്ലു കാണാൻ ഓടാനകത്ത് കറക്റ്റായിട്ട് പല്ലു ഇതാ ഇങ്ങനെയാണ് പല്ലു വരുന്നത്. ഈ ഒരു പല്ലുവാണ് എൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ വന്നിട്ട് നമ്മളുടെ ബ്ലൗസ് പീസ്, ബ്ലൗസ് ഇങ്ങനെ പ്രിൻ്റഡ് ആണ്. നിങ്ങൾക്കിത് വേണമെങ്കിൽ പ്ലെയിൻ ബ്ലൗസ് ഉപയോഗിച്ചാലും ബോറൊന്നുമില്ല കണ്ടോ. അപ്പോൾ ഇത്രയും നല്ല സാരി മിസ്സാക്കരുത്. അത്യാവശ്യം ഓളിയും ഉണ്ട്. അതുകൊണ്ട് തന്നെ 999 ഉള്ളിയേ ഉള്ളൂ ഇതിൻ്റെ പ്രൈസ്. ഈ പ്രൈസിൽ എന്തുകൊണ്ടും വെറുതെ വാഷ് ചെയ്ത് എത്ര കാലം വേണമെങ്കിലും ഉപയോഗിക്കാം. ധൈര്യത്തോടെ എടുത്തോ. എന്നും പറഞ്ഞിട്ട് കൊണ്ടിട്ട് ചുമ്മായിട്ട് വാഷ് ചെയ്യല്ലേ കേട്ടോ. ഞാനത് പറഞ്ഞെന്നും പറഞ്ഞിട്ട്
അപ്പം പിന്നെ കുറേ പേര് കമൻറ്റ് ചെയ്യുന്നുണ്ട് COD ഇടാത്തതിൻ്റെ കാര്യം. COD ചെറിയൊരു സാങ്കേതിക കാരണത്താലാണ് COD നമ്മൾ ചിലതിനകത്തൊക്കെ ഓഫാക്കേണ്ടി വരുന്നത്. മനസ്സിലാക്കണേ, മനഃപൂർവ്വമല്ല, ചെറിയ ഇഷ്യൂസുകൾ ഉള്ളത് കൊണ്ടാണ് CODയുടെ നമ്മൾ കുറച്ചൊന്ന് ഓഫാക്കി ഇടുന്നത്. നമുക്ക് അതൊന്ന് ക്ലിയർ ആയി കഴിഞ്ഞാൽ നമ്മൾ ഉടനെ COD ആക്കുന്നതായിരിക്കും കേട്ടോ. അപ്പം ഇത് വേണ്ടവർക്ക് ചൂസ് ചെയ്യാമെന്നുള്ള ഇത്രയും നല്ലൊരു ഐറ്റം മിസ്സാക്കളെ. എല്ലാവരും സൈറ്റിലൂടെ കയറി പർച്ചേസ് ചെയ്തോ. സ്റ്റോർ വിസിറ്റ് ചെയ്തിട്ട് അങ്ങനെ ചെയ്യേണ്ടവർക്ക് അങ്ങനെ എടുക്കേണ്ടവർക്ക് അങ്ങനെ എടുക്കാം. നെക്സ്റ്റ് വീഡിയോയിലൂടെ കാണുമ്പോൾ ബൈ.